ഹേ ഗൈസ്, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ വൈകുന്നേരം ആയപ്പം വിളക്കൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്ത് കറങ്ങാൻ ഇറങ്ങും കേട്ടോ. അതിൻ്റെ ചെറിയൊരു ഷോ ആണിത്. അങ്ങനെ ചെറിയൊരു ഷോയൊക്കെ കാണിച്ച ശേഷം കിച്ചൂടിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അല്ലെങ്കിൽ അവിടെ ചെന്ന് വിശപ്പൊന്നും കിച്ചൂട്ട് സഹിക്കില്ല. കിച്ചൂടിന് ഇപ്പോൾ കൊടുക്കുന്ന ഏത്തയ്ക്ക ആവശ്യതാണേ. വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും നിർബന്ധിച്ചൊക്കെ കൊടുത്താൽ കഴിച്ചോളും. അതിനുശേഷം ഞങ്ങൾ പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എമ്മോറ്റിലോട്ടാണ് പോക്ക് കേട്ടോ. അവിടെയാകുമ്പം വലിയ തിരക്കില്ലാതെ കുറച്ച് സമയമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഇപ്പോൾ എമ്മോറ്റിയേ ഉള്ളൂ. അങ്ങനെ നേരെ എമ്മോറ്റി ചെന്നു. ഇത് പുതിയൊരു ഷോപ്പാണ്, കൊള്ളവേ. ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള ഹോം ഡെക്കർ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം അതൊക്കെ കിച്ചോടിനെ കാണിച്ചു കൊടുത്ത് അവിടെ നിന്നു. ഇത് ഗാന്ധി ജയന്തിയുടെ അന്നെടുത്ത വീഡിയോ ആണ്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഇന്നാട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഗാന്ധി ജയന്തി ആയതുകൊണ്ട് നല്ല നല്ല പ്രോഗ്രാമൊക്കെ മുകളിൽ നടക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ നമ്മളെല്ലാം കണ്ടു കേട്ട് അകത്ത് ചെന്നപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ നേരെ രാമേന്ദ്രയ്ക്കകത്ത് കയറി. എമ്മൂറ്റി പോയ രാമേന്ദ്രയ്ക്കകത്ത് കയറാതെ ഒരു സമാധാനമില്ല. പിന്നെ പോയി കുഞ്ഞിന് കുറച്ച് ഐറ്റംസൊക്കെ നോക്കി. നേരത്തെക്കാളും രാമേന്ദ്ര ഇപ്പോൾ ഒരുപാട് വലുതാക്കി. ഇപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം വേറെ എവിടെ ഓടിപ്പോകേണ്ട കേട്ടോ, പല പല സാധനം മേടിക്കാം. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ കിട്ടും. കിച്ചൂടിന് ഇപ്പോൾ ആളാകെ മാറിപ്പോയി. ഇപ്പം അവന് കറക്റ്റായിട്ട് അവൻ്റെ ഏരിയ അറിയാം. അങ്ങോട്ട് കൈയൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്നെ കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ പോയി ഇഷ്ടമുള്ളൊരു ടെഡിബറിനൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് കാര്യമായിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാവരും മാറി മാറി ഒന്ന് നോക്കി ആരാണ്ട് എനിക്ക് മേടിച്ച് തരുന്നേ എന്നുള്ളൊരു ഭാവത്തിൽ. ഇടയ്ക്ക് കിട്ടിയ ടെഡിബിയർ സഹിതം ഇവിടെ വെറുതെ ഇരിക്കുക. അതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല. ആളെ പയ്യെ കളിപ്പിച്ച് ഞങ്ങളിങ്ങ് കൊണ്ടുപോകുന്നു. പിന്നെ എനിക്കുള്ള അത്യാവശ്യ സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ പോയി. ഇതായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ സാധനം. എൻ്റെ പാൻറ് നല്ല ലൂസായിരുന്നു. ഊരിപ്പോകാതെ ഞാൻ പിടിച്ചാണ് സത്യം പറഞ്ഞത് ഞാൻ അതിൻ്റെ അകത്തോടെ ഫുള്ള് നടന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ബില്ലിംഗ് സെക്ഷൻ ആയിരുന്നു. ബില്ലിംഗ് സെക്ഷൻ ചിലപ്പോൾ നല്ല തിരക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് കോർണറിലേക്ക് വെച്ച് പിടിച്ചു. എല്ലാവർക്കും നല്ല വിശപ്പടിക്കാൻ തുടങ്ങി. പിന്നെ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡ് കോർണറിൽ ചെന്ന് എന്ത് കഴിക്കണം എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു ഫാമിലി ബിരിയാണി പറഞ്ഞു. അതിനുശേഷം കിച്ചൂടിനായിട്ട് കുറച്ച് സ്വകാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ ഓർത്തു. കിച്ചൂടിനാണെങ്കിൽ ലൈറ്റൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നമ്മളിങ്ങനെ ചൂണ്ടിയൊക്കെ കാണിക്കും. ഞാൻ കിച്ചൂടിനോട് കുറേ നേരമായിട്ടൊരു ഉമ്മ ചോദിക്കും കേട്ടോ. പക്ഷേ ഉമ്മ തന്നില്ലെങ്കിൽ അവൻ എനിക്ക് നല്ല അടി തന്നു. പിന്നെ കിട്ടിയതാകട്ടെ എന്ന് പറഞ്ഞ് മേടിച്ച് ഞാനോട് ഇരുന്ന്. പിന്നെ ഫുഡ് വരാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കാത്തിരുന്നതിൻ്റെ ഒടുവിൽ അതാ നമ്മളുടെ ബിരിയാണി കടന്നെത്തിയിരിക്കുന്നു. അങ്ങനെ വിശപ്പിൻ്റെ പിടിയിൽ ബിരിയാണി തീർന്നതറിഞ്ഞില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചായയൊക്കെ തീർന്നു. പിന്നെ ഒരു ജിഞ്ചർ ടീ കുടിച്ചു. അടുത്തത് പപ്പായും മോനും തമ്മിലുള്ള മൽപ്പിടുത്തമാണ്. പപ്പായിക്കിട്ട് നല്ലത് കൊടുക്കും അവൻ ഈ താടിയും മീശയൊക്കെ ഉള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ പിടിച്ച് കളിക്കാനായിട്ട്. പിന്നെ വഴിയെ പോകുന്ന ഒരു മനുഷ്യനെയും വെറുതെ വിടാറില്ല. അത് എപ്പോഴും ആൾക്കാരെ ഒന്നും അങ്ങനെ കാണാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും ചിരിച്ച് കാണിക്കുക, ടാറ്റ കാണിക്കുക, പിടിച്ച് വരിക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. ആരും ഒരു മനുഷ്യനെയും വഴിയെ അവൻ വെറുതെ വിടില്ല. അങ്ങനെ ഇന്നത്തെ കറക്കവും തീറ്റയും ഷോപ്പിങ്ങും എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, സി യു, ലവ് യു ഗൈസ്.